കഴിഞ്ഞ ലെസണിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. അപ്പോൾ പതിവായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ, ശീലങ്ങൾ, ഇതൊക്കെയാണല്ലോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്നത്. എന്നാൽ സിമ്പിൾ പാസ്റ്റിൽ വരുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാകുമ്പോൾ നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എസ് ചേർക്കും. ഇവിടെ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഈ റൈറ്റ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഷീ റൈറ്റ്സ് എന്ന് പറയും. ഷീ റൈറ്റ്സ്, ഹീ റൈറ്റ്സ്, ജോയ് റൈറ്റ്സ്, അമൽ റൈറ്റ്സ്, അങ്ങനെ പറയുള്ളൂ. നേരെ മറിച്ച് പ്ലൂറലാണെങ്കിൽ യു റൈറ്റ്, ദൈ റൈറ്റ്, വി റൈറ്റ് എന്ന് പറയൂ. പിന്നെ നെഗറ്റീവ് ആക്കുമ്പോഴും മാറ്റം വരും. ഷീ റൈറ്റ്സ് എന്നുള്ളത് നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഷീ ഡസ് നോട്ട് ഓർ ഡസിൻ്റ് റൈറ്റ് എന്ന് വരും. പിന്നെ ആ എസ് നമ്മൾ വീണ്ടും ചേർക്കില്ല. ആ എസ് നമ്മൾ ഡൂവിൻ്റെ കൂടെ ചേർന്ന് ഡസ് ആക്കും. അപ്പോൾ ഷീ റൈറ്റ്സ് നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ ഷീ ഡസിൻ്റ് റൈറ്റ്. ഹീ റൈറ്റ്സ് നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ ഹീ ഡസിൻ്റ് റൈറ്റ്. ഇനി സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ യു റൈറ്റ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ യു ഡോണ്ട് റൈറ്റ് ഓർ യു ഡു നോട്ട് റൈറ്റ്. ദേ ആണെങ്കിൽ ദേ ഡോണ്ട് റൈറ്റ്, ദേ ഡു നോട്ട് റൈറ്റ്. വി ആണെങ്കിൽ വി ഡോണ്ട് റൈറ്റ്, വി ഡു നോട്ട് റൈറ്റ്. അങ്ങനെയാണ് വരുന്നത്. ആ പാറ്റേൺ അങ്ങനെയാണല്ലോ. എന്നാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് അനുസരിച്ച് എന്താണ് ഒരു മാറ്റവും പ്രത്യേകിച്ച് അതിൽ വരുന്നില്ല. അത് നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റിൽ നമ്മൾ ഡോണ്ടും ഡസിനും ചേർത്ത് ഡോണ്ടും ഡസിന് പിന്നെ അതേ കിടക്കുന്ന ആ ബെയർ ഇൻഫിനിറ്റീവും ആ കിടക്കുന്ന ആ റൈറ്റ് ഫോമും ചേർത്ത്, അല്ലെങ്കിൽ ഗോ ആണെങ്കിൽ ഗോ ചേർത്ത്, ഡു ആണെങ്കിൽ ഡു ചേർത്ത് അങ്ങനെ എഴുതും. റോട്ടിലാവുമ്പോൾ സിമ്പിൾ പാസ്റ്റിലാവുമ്പോൾ നമ്മൾ നെഗറ്റീവിൽ നമ്മൾ ഡിഡിൻ്റെ ചേർക്കും, അതായത് ഡിഡ് നോട്ട് ചേർക്കും. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈ വെർബിൻ്റെ ആ എസ് ഇല്ലാത്ത ആ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും, അത് മാത്രമാണ് ചേർക്കുന്നത്. ഇവിടെ റോട്ടായതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എഴുതുമ്പോൾ ഡിഡ് നോട്ട് ഓർ ഡിഡിൻ്റെ റൈറ്റ്. ഇവിടെ ഗോ വെൻറ്റ് ഗോൺ എന്നായിരുന്നെങ്കിൽ ഇവിടെ വെൻറ്റ് നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഡിഡ് നോട്ട് ഓർ ഡിഡിൻ്റ് ഗോ എന്ന് വരും. ഷീ റോട്ട് എ നോവൽ എബൌട്ട് ലൈഫ് ഇൻ പ്രസൻറ്റിലെ ലൈഫിനെ കുറിച്ച് അവളൊരു നോവൽ എഴുതിയിരുന്നു, എഴുതിയതാണ് എന്നൊക്കെ ഒരൊറ്റ വേർഡ് തന്നെയാണ് എല്ലാം സൂചിപ്പിക്കുന്നത്. ഷീ ഡിഡ് നോട്ട് റൈറ്റ് എ നോവൽ എബൌട്ട് ലൈഫ് ഇൻ പ്രസൻറ്റിലെ ലൈഫിനെ കുറിച്ച് അവൾ നോവൽ ഒരെണ്ണം എഴുതിയില്ല. ഡിഡ് ഷീ റൈറ്റ് എ നോവൽ, ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഡിഡ് ഷീ റൈറ്റ് എ നോവൽ എബൌട്ട് ലൈഫ് ഇൻ പ്രസൻറ്റ് ലൈഫിനെ കുറിച്ച് അവൾ ഒരു നോവൽ എഴുതിയോ. ഡിഡിൻറ്റ് ഷീ റൈറ്റ് എ നോവൽ എബൌട്ട് ലൈഫ് ഇൻ പ്രസൻറ്റ് ലൈഫിനെ കുറിച്ച് അവൾ ഒരു നോവൽ എഴുതിയില്ലേ. അതേ മീനിങ്ങിൽ തന്നെ ഡിഡ് ഷീ നോട്ട് റൈറ്റ് എഴുതിയില്ലേ എ നോവൽ എബൌട്ട് ലൈഫ് ഇൻ പ്രസൻറ്റ്. വാട്ട് ഡിഡ് ഷീ റൈറ്റ് എബൌട്ട്, വാട്ട് എബൌട്ട് എന്തിനെക്കുറിച്ച്. അപ്പോൾ എബൌട്ട് അവസാനമാണ് വരാവുള്ളൂ ആ വെർബ് കഴിഞ്ഞിട്ട്. വാട്ട് ഡിഡ് ഷീ റൈറ്റ് എബൌട്ട്, അവൾ എന്തിനെക്കുറിച്ചാണ് എഴുതിയത്. വൈ ഡിഡ് ഷീ റൈറ്റ്, അവൾ എന്തുകൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണ് എഴുതിയത് എ നോവൽ എബൌട്ട് ലൈഫ് ഇൻ പ്രസൻറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹൂ റോട്ട്, ആരാണ് എഴുതിയത്. ഈ ഹൂ റോട്ട് എന്ന് പറയുമ്പോൾ അതിലൊരു നമ്മളിവിടെ നെഗറ്റീവ് ആക്കി അങ്ങനെയൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഈ ക്വസ്റ്റനിൽ വാട്ട് ഡിഡ്, വൈ ഡിഡ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഹൂ ഡിഡ് എന്നൊന്നും അങ്ങനെ ആക്കുന്നില്ല. കാരണം ഹൂ റോട്ടുന്നതിൽ ആരെഴുതി. നമ്മൾ ഹീ ഷീ ഒക്കെ നമ്മൾ സെൻറ്റൻസ് എഴുതുന്ന പോലെ ഷീ റൈറ്റ്സ് അവൾ എഴുതാറുണ്ട്, അല്ലെങ്കിൽ അവൾ എഴുതും. ഹീ റൈറ്റ്സ് അവൻ എഴുതാറുണ്ട്, അവൻ എഴുതും എന്ന് പറഞ്ഞ പോലെ ഹൂ റൈറ്റ്സ് ആരെഴുതാറുണ്ട്. ഷീ റോട്ട് അവൾ എഴുതി, ഹീ റോട്ട് അവൻ എഴുതി എന്ന് പറയുന്ന പോലെ ഹൂ റോട്ട് ആരെഴുതി. അവിടെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഫോം ഒന്നുമിലേക്ക് ആ ഹൂ അല്ലാതെ വേറെ വേണ്ട. ഹൂ റോട്ട് എ നോവൽ എബൌട്ട് ലൈഫ് ഇൻ പ്രസൻറ്റ്. ഇനി നമുക്ക് ഒരു സെൻറ്റൻസ് കൂടി നമുക്ക് എഴുതാം. വെർബ് ഗിവ് ആണ്. ഗിവ് എന്ന് വെച്ചാൽ നൽകുക, കൊടുക്കുക, തരിക എന്നൊക്കെ മീനിങ്. ഗിവ്, ഗെയ്വ്, ഗിവൺ. ഹീ ഗെയ്വ് ഹെർ നമ്മൾ പഠിച്ചല്ലോ പ്രൊനൗൺസിൽ, അവളെ അവൾക്ക് അവളോട്. ഹീ ഗെയ്വ് ഹെർ എ പ്രസൻറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ, അവളുടെ ബർത്ത്ഡേക്ക് എന്താണ് അവൾക്ക് അവന് പ്രസൻറ്റ് കൊടുത്തില്ല എങ്കിൽ ഹി ഡിഡ് നോട്ട് ഗിവ് ഹെർ എനി പ്രസൻറ്റ്,
അവൾക്ക് കൊടുത്തില്ല. നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ V2ൽ നമ്മൾ ഡിഡ് നോട്ട് ഡിഡിൻ്റെ ചേർത്തിട്ട് നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം എഴുതുന്നു. ഡിഡ് നോട്ട് ഗിവ് ഹെർ നൽകിയില്ല. എനി പ്രസൻറ്റ് ഒന്നും ഫോർ ഹെർ ബർത്ത്ഡേക്ക് പ്രസൻറ്റ് ഒന്നും അവൾക്ക് കൊടുത്തില്ല. ഡിഡ് ഹി ഗിവ് ഹെർ അവൾക്ക് കൊടുത്തുവോ എ പ്രസൻറ്റ് ഓർ എനി പ്രസൻറ്റ് ഫോർ ഹെർ ബർത്ത്ഡേക്ക് അവൾക്ക് പ്രസൻറ്റ് അവൻ കൊടുത്തുവോ. ഡിഡൻറ്റ് ഹി ഗിവ് ഹെർ എ പ്രസൻറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ അവളുടെ ബർത്ത്ഡേക്ക് അവൻ പ്രസൻറ്റ് കൊടുത്തില്ലേ. അതേ മീനിങ്ങിൽ ഡിഡ് ഹി നോട്ട് ഗിവ് ഹെർ അവൾക്ക് കൊടുത്തില്ലേ എ പ്രസൻറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ. വാട്ട് ഡിഡ് ഹി ഗിവ് ഹെർ എന്താണ് അവൾക്ക് നൽകിയത് ഫോർ ഹെർ ബർത്ത്ഡേ. വെൻ ഡിഡ് ഹി ഗിവ് ഹെർ എ പ്രസൻറ്റ് എപ്പോഴാണ് അവൾക്ക് അവനൊരു പ്രസൻറ്റ് കൊടുത്തത്. ഹൂ ഗേവ് ഹെർ എ പ്രസൻറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ ആരാണ് അവൾക്ക് ബർത്ത്ഡേക്ക് പ്രസൻറ്റ് കൊടുത്തത്. ഹൂ ഗേവ് ആരാണ് കൊടുത്തത്. നമ്മൾ വെർബ് പഠിച്ചപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു മീറ്റ് കണ്ടുമുട്ടാറുണ്ട്. ആ കണ്ടുമുട്ടാറുണ്ട് എന്നുള്ളത് കണ്ടുമുട്ടാറുള്ള എന്നാക്കുന്നതും അതേ വെർബ് തന്നെ ഉപയോഗിച്ചാൽ മതി. മെറ്റ് കണ്ടുമുട്ടി എന്നുള്ളത് കണ്ടുമുട്ടിയ എന്നാക്കാനും നമ്മൾ അതേ പാസ്റ്റ് ടെൻസ് തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ആ വെർബിന് മുമ്പ് നമ്മൾ ഹൂ ഇപ്പോൾ വ്യക്തിയെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഹൂ, പിന്നെ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് വസ്തുവിന് മാത്രമല്ല അല്ലാതെ ഉപയോഗിക്കാം. സ്ഥലം സൂചിപ്പിക്കാൻ വേറ്, സമയം സൂചിപ്പിക്കാൻ വെന്ന്, അങ്ങനെയൊക്കെ നമ്മൾ ചേർക്കണം. ഇൻ വിച്ച്, അറ്റ് വിച്ചൊക്കെ ഫോർമൽ യൂസേജിൽ വരുന്നതാണ്. ജോ ഫസ്റ്റ് മെറ്റ് ക്ലാര ഇൻ എ പാർക്ക്. ഒരു പാർക്കിലാണ് ക്ലാരയെ ജോ ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ക്ലാരയെ ജോ മീറ്റ് ചെയ്തത് പാർക്കിലായിരുന്നു എന്നാക്കാൻ വേണ്ടി ഇറ്റ് വാസ് ഇൻ എ പാർക്ക് വെയർ നമ്മൾ സ്ഥലത്ത് സൂചിപ്പിക്കുന്നു. വേറെ എവിടെയാണോ ആ സ്ഥലം ഇൻ എ പാർക്കിലായിരുന്നു. ഓർ ദാറ്റും നമുക്ക് യൂസ് ചെയ്യാം. ജോ ഫസ്റ്റ് മെറ്റ് ഹെർ അവളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് ഒരു പാർക്കിലായിരുന്നു. അതേ സെൻസ് തന്നെ ദ പ്ലേസ് വെയർ ഓർ ദാറ്റ് ജോ ഫസ്റ്റ് മെറ്റ് ഹെർ അവളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ പ്ലേസ് വാസ് എ പാർക്ക് ഒരു പാർക്ക് ആയിരുന്നു. നമ്മൾ റിലേറ്റീവ് ഓർഡേഴ്സ് ഉപയോഗിക്കുമ്പോൾ സമയം സൂചിപ്പിക്കാൻ നമ്മൾ ഫോർമലായിട്ട് നമ്മൾ വെന്നാണ് ഉപയോഗിക്കുന്നത്. നോർമൽ കേസുകളിൽ ഇൻഫോർമൽ ഇംഗ്ലീഷിലും സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ദാറ്റ് ഉപയോഗിച്ചാൽ മതി. ഹി വെൻ്റ് ഓൺ എ ടൂർ ഇൻ ജൂണിൽ അവനൊരു ടൂറ് പോയി. ടൂറ് പോവുക, യാത്ര പോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗോ ഫോർ എന്നല്ല പറയേണ്ടത്, ഗോ ഓൺ എന്ന് പറയേണ്ടത്. ഹി വെൻ്റ് ഓൺ എ ടൂർ ഇൻ ജൂണിലാണ് ടൂറ് പോയത്. ഇപ്പോൾ റിലേറ്റീവ് ഓർഡറിൽ നമ്മൾ വെന്നാണ് ഉപയോഗിച്ച സെൻറ്റൻസ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സമയത്ത് സൂചിപ്പിക്കാനാണ് നമ്മൾ വെന്ന് ഉപയോഗിക്കുന്നത്. അതിന് പകരം നമുക്ക് ഇൻഫോർമൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ദാറ്റ് ഉപയോഗിച്ചാൽ മതി. ഗോ വെൻ്റ് ഗോൺ, ഗോ പോവുക, വെൻ്റ് പോയി. ഹി വെൻ്റ് ഓൺ എ ടൂർ ഇൻ ജൂണിൽ അവനൊരു ടൂറ് പോയി. യാത്ര പോവുക, ടൂറ് പോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫോറല്ല ഉപയോഗിക്കേണ്ട, പ്രൊപ്പസിഷൻ ഓണാണ്. വെൻ്റ് ഓൺ എ ടൂർ ഇൻ ജൂണിൽ ടൂറ് പോയി. ഇനി നമ്മൾ പറയേണ്ടത് അവൻ ടൂറ് പോയി എന്നുള്ളത് പോയതാക്കണം. അവൻ ടൂറ് പോയത് ജൂണിലായിരുന്നു. ഇറ്റ് വാസ് ഇൻ ജൂൺ വെൻ ഹി വെൻ്റ് ഓൺ എ ടൂർ. ഓർ ഇൻഫോർമൽ ഇംഗ്ലീഷ് ഓർ നോർമൽ സ്പോക്കൺ സ്റ്റൈലിൽ ഇറ്റ് വാസ് ഇൻ ജൂണിലായിരുന്നു ദാറ്റ് ഹി വെൻ്റ് ഓൺ എ ടൂർ. അവൻ ടൂറ് പോയത് ജൂണിൽ ആയിരുന്നു. ഈ സെൻറ്റൻസ് നോക്കുക. ഹിസ് അങ്കിൾ ഗേവ് ഹിം എ ലാപ്ടോപ്പ് ഫോർ ഹിസ് ബർത്ത്ഡേക്ക് ലാപ്ടോപ്പ് കൊടുത്തു. അപ്പോൾ ബർത്ത്ഡേക്ക് അവന് ലാപ്ടോപ്പ് കൊടുത്തു എന്നുള്ളത് കൊടുത്തത് എന്നാക്കാൻ വേണ്ടി നമ്മൾ ഇറ്റ് വാസ് ഹിസ് അങ്കിൾ, അത് അവൻ്റെ അങ്കിളായിരുന്നു. ഹൂ ഗേവ് ഹിം കൊടുത്തത്. അപ്പോൾ ഗേവ് ഹിം കൊടുത്തു എന്നുള്ളത് കൊടുത്തത് എന്നാക്കിയത് ഹൂ ഗേവ് ഹിം എ ലാപ്ടോപ്പ് ഫോർ ഹിസ് ബർത്ത്ഡേ. ഇവിടെ ആ ഹൂവിൻ്റെ ഭാഗത്ത് നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ വ്യക്തിയോടുള്ള ബഹുമാനം നിലനിർത്തി നമ്മൾ
സാധാരണ വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന ദാറ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഹൂ തന്നെ ഉപയോഗിക്കില്ല. ഇറ്റ് വാസ് ഹിസ് അങ്കിൾ ഹൂ ഗേവ് ഹിം കൊടുത്തത് എ ലാപ്ടോപ്പ് ഫോർ ഹിസ് ബർത്ത്ഡേ. നമുക്കൊരു സെൻറ്റൻസ് കൂടി നോക്കുക. സി കാണുക. ഹീ സോ നിമി അറ്റ് എ സ്റ്റോർ. ഒരു കടയിൽ വെച്ച് നിമിയെ അവൻ കണ്ടു. അപ്പോൾ കടയിൽ വെച്ചത് അവൻ കണ്ടത് നിമിയായിരുന്നു. കണ്ടു എന്നുള്ളത് കണ്ടതാക്കാൻ വേണ്ടി. ഇറ്റ് വാസ് നിമി ഹൂ ഓർ ദാറ്റ് ഹീ സോ അറ്റ് ദ സ്റ്റോർ. നമ്മളിവിടെ ഹൂ എന്നുള്ളത് പകരം നമുക്ക് ദാറ്റ് ഉപയോഗിച്ചാലും മതി. നോർമൽ കേസുകളിലൊക്കെ ദാറ്റ് ഉപയോഗിച്ചാൽ മതി. ഹൂ പറയണമെന്ന് നിർബന്ധമല്ല. ഇറ്റ് വാസ് നിമി ദാറ്റ് ഹീ സോ അറ്റ് ദ സ്റ്റോർ. അവൻ സ്റ്റോറിൽ കണ്ടത് നിമിയായിരുന്നു. അപ്പോൾ നമ്മൾ റിലേറ്റീവ് ഓർഡർ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തികളാണെങ്കിൽ നമുക്ക് ഹൂവോ ദാറ്റോ നമുക്ക് യൂസ് ചെയ്യാം. സ്ഥലമാണെങ്കിൽ നമ്മൾ വേർ ഉപയോഗിക്കാം. സമയമാണെങ്കിൽ നമ്മൾ വെൻ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ലെസണിൽ നമുക്ക് വീണ്ടും കാണാം.